ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു AK ട്രാവൽ ലോഗ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ നെടുമങ്ങാട് പാലോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ മറ്റേ ഭാരത് സ്കൗട്ടിൻ്റെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് നിൽക്കുന്നത്. അവിടെ ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു നമുക്ക്, അങ്ങനെ ഇവിടെ എത്തി. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഒരു നല്ലൊരു വെള്ളിയാഴ്ച ദിവസം നേരുന്നു. അപ്പോൾ നമുക്കിന്ന് പാലോടുന്ന് ട്രിവാൻഡ്രത്തോട്ടുള്ള കാഴ്ചകൾ കാണാം, അതിൻ്റെ വിശേഷങ്ങളുമായി വരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ട്രിപ്പെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമുക്കെന്നാ ട്രിവാൻഡ്രത്തേക്ക് പോവാം. ഈ സ്കൗട്ടിൻ്റെ ബിൽഡിംഗ് വന്നിട്ടൊരു വനത്തിനുള്ളിലാണ്. ഒരു ഓഫ് റോഡ് ട്രിപ്പൊക്കെ ഓടിയാണ് കയറി വന്നത്. പക്ഷെ നല്ല രസമുള്ള സ്ഥലം. ഇത് ഒരു കാട് ഏരിയ തന്നെയാണ്. റോഡെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് സ്കൗട്ടിലെ കുട്ടികളൊക്കെ ഉണ്ട്. കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള കുട്ടികളുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ കസ്റ്റമർ വന്നിട്ട് പുള്ളിക്കാരൻ്റെ മോൻ +2 നല്ല മാർക്ക് എടുത്തു. അപ്പോൾ ഹയസ്റ്റ് മാർക്ക് അവനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫങ്ഷനും കൂടെ ഉണ്ട്. ഒരു KL11 വാഗണർ കിടപ്പുണ്ട്, കോഴിക്കോട് വണ്ടിയാണ്. അപ്പോൾ അവരവിടെ നിന്ന് ഓടി വന്നതാണ്. അയ്യോ, അപ്പോൾ നമുക്കൊന്ന് മാറിക്കൊടുക്കാം. ആ വണ്ടി അങ്ങ് പൊക്കോട്ടെ. അത് ഇച്ചിരി പാടാ ഇവിടെ. അതൊരു നെടുമങ്ങാട് രജിസ്ട്രേഷൻ വണ്ടിയാണ്. അത് പോയി കണ്ട ഫ്രണ്ട്സ്. ചെറിയ ഒരു റോഡാണ്. ഒരു ഓട്ടോ നിറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു റോഡാണ്. ഈ വലേ സൈഡ് കാണുന്നതൊക്കെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ടിരിക്കുന്ന വണ്ടികളാണ്. റൈറ്റ് സൈഡ് കാണുന്ന ബിൽഡിംഗാണ് പോലീസ് സ്റ്റേഷൻ. റോഡിലോട്ട് ഇറങ്ങുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ കേരള സ്റ്റേറ്റ് ട്രെയിനിങ് സെൻറ്റർ പാലോട്. നമ്മൾ ഇതിനകത്തു നിന്നാണ് വന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ട്രിവാൻഡ്രത്തേക്ക് പോകാം. എന്തായാലും യൂബറെല്ലാം ഓൺ ചെയ്തു. ട്രിവാൻഡ്രത്തോട്ട് ലൊക്കേഷനൊക്കെ വെച്ചിട്ടുണ്ട്. ട്രിപ്പ് അടിക്കുമോ ഇല്ലയെന്ന് നോക്കാം. ഇപ്പം നമ്മൾ നിൽക്കുന്നത് പാലോട് ഹോസ്പിറ്റൽ ജംഗ്ഷനിലാണ്. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് കയറിയാണ് ഭാരത് സ്കൗട്ടിൻ്റെ ട്രെയിനിങ് സെൻറ്റർ ഉള്ളത്. അത്യാവശ്യം വലിയൊരു ടൗണാണ്. തിരുവനന്തപുരം 34, പേരൂർക്കട 28, നെടുമങ്ങാട് 16, ചുള്ളിമാനൂർ 11. ഈ റോഡ് പുറകോട്ട് പോയാൽ നമ്മൾ തെങ്കാശി, ചെങ്കോട്ട അങ്ങനെ അങ്ങ് കയറി പോവാം. തമിഴ്നാട് കയറി അങ്ങ് പോവാം. അപ്പോൾ അങ്ങനെ ഒരു റൂട്ടാണ്. നല്ല രസമുള്ള ട്രിപ്പായിരുന്നു.
വഴി കച്ചവടം. ഇവിടെ കൂടുതലും പിന്നെ ജീപ്പ് ഉണ്ട്. ജീപ്പ് ഈ നെടുമങ്ങാട് പാലോട് ഏരിയ എന്ന് പറയുമ്പോൾ ഹില്ലി ഏരിയയാണ്. ഹില്ലി ഏരിയയിൽ കൂടുതലും അവർ മഹീന്ദ്ര ജീപ്പ്, കമാൻഡർ അങ്ങനത്തെ വണ്ടികളാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ വലത് സൈഡ് വർക്ക്ഷോപ്പാണ്. ഇടത് സൈഡ് റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്. എല്ലാം അതിഥി തൊഴിലാളികളാണ്. ബംഗാളി തൊഴിലാളികൾ, അതിഥി തൊഴിലാളികൾ. ഇവിടെ നിറച്ച് ലോഡ് കയറ്റി വന്ന തമിഴ്നാട്ടിൽ നിന്ന് വന്ന എല്ലാം തമിഴ്നാട് രജിസ്ട്രേഷൻ ലോറികളാണ്. എല്ലാം ലോഡ് കയറ്റി വന്ന നാഷണൽ പെർമിറ്റ് ലോറികൾ നിൽക്കുന്നുണ്ട്. ഇവിടെയുണ്ട്. ചക്കയും മരിച്ചിനിയൊക്കെ റോഡ് സൈഡിൽ ഇരിപ്പുണ്ട് വിൽക്കാൻ. റോഡെല്ലാം നല്ല റോഡാണ്. ടാർ ചെയ്ത് നല്ല രീതിയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ വളവും തിരിവൊക്കെയാണ്. നല്ല കാഴ്ച. ഒരു ഫോറസ്റ്റ് ഏരിയയിൽ കൂടെ പോയതുപോലെ നമുക്ക് തോന്നും. അങ്ങനെ ഒരു ഫീല് ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോൾ. നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം കസ്റ്റമറുടെ ട്രെയിന് 1.5 മണിക്കൂർ ലേറ്റായിരുന്നു. അതുകൊണ്ട് അവര് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് നിന്നുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നെടുമങ്ങാട് നേരെ, ചുള്ളിമാനൂർ നേരെ. ഇതൊരു മെയിൻ ജംഗ്ഷനാണ്, നന്ദിയോട്. ഇതാണ് നന്ദിയോടെന്ന് പറഞ്ഞ മെയിൻ ജംഗ്ഷൻ. നമുക്ക് അവിടെ നിന്ന് റൈറ്റിലേക്കാണ് പോകണ്ടേ, ട്രിവാൻഡ്രം പോവാൻ. നന്ദിയോടെന്ന് റൈറ്റ്. അങ്ങനെ നമ്മൾ നന്ദിയോടെന്ന് റൈറ്റ് എടുത്തു. വലേ സൈഡ് ഫിറ്റ്നസ് ഫാക്ടറി ഒക്കെ ഉണ്ട്. ഇവിടെ പടക്ക് കടയുണ്ട്. തെങ്കാശിയൊക്കെ അടുത്തായതുകൊണ്ട് ഈ സ്ഥലങ്ങളിൽ എപ്പോഴും പടക്കങ്ങൾ കിട്ടും. എല്ലാ ഐറ്റംസും ഉണ്ട്. തറചക്രം, എന്താ പറയുക, മത്താപ്പൂ, റോക്കറ്റ് എല്ലാം ഉണ്ട്. ചെറുതായിട്ട് മഴ പെയ്തു തുടങ്ങി. നമ്മളൊരു മല കയറാൻ പോവുകയാണ്. പലരും ബൈക്കിൽ വന്ന് വണ്ടി നിർത്തി റെയിൻകോട്ടൊക്കെ ഇട്ടു. മഴ തുടങ്ങി. കൊച്ചു താന്നിമൂട്, ഒരു വലിയ താന്നിമൂട് ഉണ്ടാവും. മഴയത്ത് വനത്തിലൂടെ ഒരു യാത്ര. ചുള്ളിമാനൂർ നേരെ, നെടുമങ്ങാട് നേരെ, വെഞ്ഞാറുമൂട് നേരെ. റൈറ്റ് സൈഡ് കാണുന്നതൊക്കെ ഒരു ഹില്ലി ഏരിയയാണ്. ഭയങ്കര മഴയാണ്. നമ്മളൊരു നല്ല മഴ. ഫ്രണ്ടിൽ നിന്ന് പോകുന്ന ബൈക്ക് ചേട്ടൻ പോലും പതുക്കെയാണ് പോകുന്നത്.
ഫുൾ സ്പീഡിൽ ഇട്ടിരിക്കുവാണ്, എന്നാലും ഭയങ്കര മഴ. വലത് സൈഡ് CNG അവൈലബിൾ 24 hours എന്ന് കണ്ടു. പക്ഷെ ആ പമ്പ് കൂട്ടി കിടക്കുവാണ്. റോഡിൽ കൂടെയൊക്കെ വെള്ളം കുത്തി ഒലിക്കുക. ലോറിയൊക്കെ എന്നാ സ്പീഡാണല്ലോ, ഭയങ്കര സ്പീഡാണല്ലോ ലോറിക്ക്. ഈ മഴയത്ത് എങ്ങനെയുണ്ടോ റോഡ് കാണുന്നത്? തിരുവനന്തപുരം 29, നെടുമങ്ങാട് 13, ചുള്ളിമാനൂർ നേരെ. നമ്മളിപ്പോൾ പോകുന്ന പനവൂർ ചുള്ളിമാനൂർ റോഡിൽ കൂടെയാണ്. താന്നിമൂട് എന്നൊരു സ്ഥലം, അവിടെ ബാലരാമപുരം സൈഡിൽ ഒരു താന്നിമൂടുണ്ട്. നമ്മൾ വഴിമുക്കിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് പൂവാറ് പോകുന്ന വഴിക്ക് അവിടെ ഉണ്ട് ഒരു താന്നിമൂട്. റോഡിലൊക്കെ നിറച്ച് വെള്ളം. ഹൈ റേഞ്ച് ഇറങ്ങും പോലെയാ. നമ്മൾ പിന്നെയും വനത്തിനകത്തായി. സത്യം പറഞ്ഞാൽ കണ്ട ഒരു ഫോറസ്റ്റ് ഏരിയ പോലെ തന്നെ തോന്നി. പിന്നെ അവിടെ സ്കൗട്ടിലുള്ള ഒരു ജീവനക്കാരൻ പറഞ്ഞു, ഇവിടെ ഈ റോഡിൽ കുരങ്ങ് ഉണ്ട്, രാത്രിയാകുമ്പോൾ പന്നികൾ വരും, അങ്ങനെ ഒരുപാട് ജീവികളുണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ വലിയ അട്ടയുണ്ട്, നമ്മൾ പണ്ട് തന്നെ ഹീറോ പെൻ അട്ട എന്നാണ് പറയുന്നത്. ആ അട്ടയുണ്ട്. നമ്മൾ ആ സ്കൗട്ടിൽ നിന്ന് ഇറങ്ങിയ ആ റോഡിലൊക്കെ നിറച്ചുണ്ടായിരുന്നു. എന്തായാലും ഭയങ്കര മഴയാണ്. ഇളവട്ടം എന്ന് പറയുന്ന സ്ഥലത്തെത്തി. നമ്മൾ KSRTC വരുന്നുണ്ട്. പാലോട് തെന്നൂർ ആ ഒരു സ്ഥലത്തേക്ക് പോകുന്ന KSRTC ആണ്. റോഡിലെല്ലാം വെള്ളം, അവിടെ നോക്കിയേ കുത്തി ഒലിച്ച് വരുന്നുണ്ട്. റോഡിൽ വെള്ളം കിടന്നു കഴിഞ്ഞാൽ എവിടെയാണ് കുഴി ഉള്ളതൊന്നും പറയാൻ പറ്റത്തില്ല. എല്ലാവരും ഭയങ്കര സ്പീഡിൽ ഇങ്ങ് വരിക കേട്ടോ. നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ്സിലോട്ട് വരെ വെള്ളം തിളപ്പിച്ചിട്ടുണ്ടാവും വരുന്നത്. എന്തായാലും കൊള്ളാം. നല്ല മഴ, മഴയത്തൊരു ഫോറസ്റ്റ് ട്രിപ്പ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. ഒരു ക്യാമറാമാൻ കൂടെ വേണമായിരുന്നു. ഇത് നല്ല അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യായിരുന്നു, സൈഡും എല്ലാം. ഇവിടെ നിന്ന് കുറച്ച് ദൂരം റോഡ് ഇന്റർലോക്ക് ഇട്ടിരിക്കുക. കലിങ്കാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് കഴിഞ്ഞു, ഇന്റർലോക്ക് കഴിഞ്ഞ് നമ്മൾ പിന്നെ റോഡിലോട്ട് ഇറങ്ങി. റോഡിലെല്ലാം നിറച്ച് വെള്ളം. അടുക്കൊക്കെ വലിയ
കുഴിയ റോഡിൽ വെള്ളം കെട്ടി കിടക്കുന്നതുകൊണ്ട് ഒന്നും കണ്ടുകൂടാ. എന്നാലും വളരെ സൂക്ഷിച്ച് പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ കുഴിയിൽ ഇറങ്ങും, നമ്മളെ വണ്ടിക്കാണ് അതിൻ്റെ കേട്. കുടയും പിടിച്ച് നടക്കുന്നു രണ്ടുപേരും. കാര്യമില്ല, മൊത്തം നനയും. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ മഴയുടെ ഒരു തീവ്രത മനസ്സിലായല്ലോ അല്ലേ? ഭയങ്കര മഴയാണ്. ബൈക്കിലിരുന്ന ചേട്ടനൊക്കെ ഒതുങ്ങി നിൽക്കുക വെയിറ്റിംഗ് ഷെഡിൽ. ഇപ്പോൾ ഒരു ചെറിയൊരു വെയിറ്റിംഗ് ഷെഡ് ഇവിടെ ഒതുങ്ങി നിൽക്കുക. നല്ല മഴ. ഈ സൈഡ്, അതായത് നമ്മുടെ നെടുമങ്ങാട് പാലോട് സൈഡ് എപ്പോഴും മഴയാണ്. കാരണം അതൊരു ഹില്ലി ഏരിയ ആണ്. ഹില്ലി ഏരിയാസിൽ എപ്പോഴും മഴ സമയമായാലും ഇവിടെ നല്ല മഴ കിട്ടും. അത് ഈ നെടുമങ്ങാട് പാലോടുകാരുടെ ഒരു ഭാഗ്യമാണ്. നിറച്ച് മഴ കിട്ടും. മറിച്ച് നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിലുള്ളവർക്കാണെങ്കിൽ മഴയും കിട്ടത്തില്ല. നമുക്ക് മഴ കുറവാണ്. പുള്ളിമാനൂർ നേരെ കോഴിക്കോട് ഇടത്തോട്ട് നമ്മളിപ്പോൾ കുറുപുഴ എന്നുള്ള സ്ഥലത്തെത്തി. കുറുപുഴ ഇത് ചെറിയൊരു ടൗണാണ്. കുറുപുഴ വളരെ ചെറിയ ഒരു ടൗൺ. കുറുപുഴ കഴിഞ്ഞ് റോഡിലൊക്കെ വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ച് റോഡിലോട്ട് എങ്ങനെ വരുക. വല സൈഡിൽ കൂടെയൊക്കെ വെള്ളം ഒഴുകുന്നുണ്ടോ. തിരുവനന്തപുരം 26 കിലോമീറ്റർ. ഓ, ആ കാറ് ചേട്ടൻ എന്നാ പോക്കാ പോകുന്നത്. വഞ്ചുവം. നമ്മൾ വഞ്ചുവം എന്ന് പറയുന്ന സ്ഥലത്തെത്തി. മഴ അല്പം ഒന്ന് കുറഞ്ഞു. നമുക്ക് വൈപ്പറിൻ്റെ സ്പീഡൊന്ന് കുറയ്ക്കാം. മഞ്ചുവം ജുമാ മസ്ജിദ് നെടുമങ്ങാട് നേരെ പച്ചമല ഇടത്തേക്ക് ലെഫ്റ്റിലേക്കാണ്. പച്ചമല ചെറിയൊരു ശമനമുണ്ട്. നമ്മൾ പിന്നെയും ഒരു വനത്തിനകത്ത് കയറി. വനപാതയിൽ കൂടിയാണ് പോകുന്നത്. ഫ്രണ്ടിൽ നിന്നൊരു 14 വീല് ലോറി പോകുന്നതുകൊണ്ട് എല്ലാവരും എൻ്റെ പുറകെയാണ്. എല്ലാവരുടെയും സ്പീഡ് കുറഞ്ഞു. എല്ലാവരും ആ ലോറിയുടെ ബാക്കിലെത്തിയപ്പോൾ എല്ലാവരുടെയും സ്പീഡ് കുറഞ്ഞു. ഇപ്പോൾ എല്ലാവരും അതൊക്കെ പോവാം. ഫ്രണ്ട്സ്, പിന്നെയും മഴ കൂടി. നമുക്ക് വൈപ്പർ പിന്നെ ഹൈ സ്പീഡിൽ ഇടേണ്ട അവസ്ഥ വന്നു.
ചേട്ടൻ ലോറി ഓവർടേക്ക് ചെയ്തു അതിസാഹസികമായി. ലോറി ചേട്ടൻ ലോറി നിർത്തി കൊടുക്കേണ്ടി വന്നു. എന്തോ ഹെവി ലോഡാണ് വണ്ടിയിലുള്ളത്. കയറാൻ നോക്കുന്നു, നമുക്ക് നോക്കാം കയറാൻ പറ്റുമോ എന്ന് അറിഞ്ഞൂടാ. അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ ആ വണ്ടി ഓവർടേക്ക് ചെയ്തു. പിന്നെ നമുക്കൊന്നും കണ്ടുകൂടാ. നമ്മൾ പിന്നെ ഒരു വനമേഖലയിൽ കയറിയിരിക്കുകയാണ്. ഭയങ്കര മഴയാണ്. നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴ. കുറച്ച് കുറഞ്ഞു. അത് ഹൈ റേഞ്ച് ഇറങ്ങി ഒരു ടിപ്പർ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു ഹെയർ പിൻ കയറാം, ചെറിയൊരു ഹെയർ പിൻ. കൊച്ചാട്ടുകാൽ, അതുകൊള്ളാം, നല്ല പേര്, കൊച്ചാട്ടുകാൽ. മഴ പിന്നെയും കുറച്ച് കുറഞ്ഞു. പക്ഷേ മഴക്കാർ കയറി കിടക്കുക, നല്ല ഇരുള് മൂടി കിടക്കുക. ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കണം. ആറ്റുകാൽ, കൊച്ചാട്ടുകാൽ, ചുള്ളിമാനൂർ. അവിടെ നമ്മൾ ലെഫ്റ്റ് എടുത്തു. ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോൾ മഴ കുറച്ച് കുറഞ്ഞു. ഭയങ്കര വലിയൊരു കുഴിയാണ്. അഗാധമായ ഗർത്തം. ചുള്ളിമാനൂരെത്തി. ഈ കാണുന്ന ചുള്ളിമാനൂർ ടൗണാണ്. മഴ കൂടുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. നമ്മളിപ്പോൾ ചുള്ളിമാനൂർ ടൗണിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ഇവിടെ നിന്ന് റൈലിലേക്ക് പോകണം. നമ്മൾ ചുള്ളിമാനൂരിൽ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞു. ഇത് അത്യാവശ്യം വലിയ ടൗണാണ്. ഗോ സ്ലോ, വാഹനങ്ങൾ വേഗത കുറച്ച് പോവുക. എയർപോർട്ട് 27 കിലോമീറ്റർ, തിരുവനന്തപുരം 23, വെഞ്ഞാറമൂട് 19, പേരൂർക്കട 17. നമ്മളെന്തായാലും തിരുവനന്തപുരം ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. ഇട സൈഡ് എരുമകൾ നിൽക്കുന്നത്, എരുമക്കുട്ടികൾ. അപ്പോൾ പിന്നെ മഴ കൂടി. ഒരു വൈകുന്നേരം
5:30-6 മണിക്ക് വണ്ടി ഓടിക്കുന്ന ഒരു ഫീലാണ്. ഇപ്പോൾ മണി 10:30 ആയുള്ളൂ. ഒരു 5:30 അല്ലെങ്കിൽ 6 മണി സമയത്ത് വണ്ടി ഓടിച്ചാൽ എങ്ങനെ ഇരിക്കും, അതുപോലെയുള്ള ഒരു അന്തരീക്ഷമാണ്. നല്ല ഇരുള് മൂടി കിടക്കുന്നു. മഴ അല്പം കുറഞ്ഞു. നമ്മൾ ഇപ്പോൾ ആനാടെന്ന് പറയുന്ന ഒരു ചെറിയ ടൗണിൻ്റെ അവിടെ എത്തി. ഇപ്പോൾ മഴ കുറച്ച് കുറഞ്ഞു. ഈ ഭാഗത്തൊക്കെ നല്ല മഴ പെയ്തായിരുന്നു, പക്ഷെ ഇപ്പം അല്പം കുറവുണ്ട്. ഇത് അത്യാവശ്യം വലിയ ഒരു ടൗണാണ് ആനാട്. ഇനി ഒരു 5 കിലോമീറ്ററൂടെ ചെന്നാൽ വാളിക്കോട് എന്നൊരു ജംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് റൈറ്റ് എടുത്ത് വേണം പോവാൻ. കാരണം നേരെ പോകാൻ പറ്റില്ല, അവിടെ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്. അവിടെ റോഡൊക്കെ ക്ലോസ്ഡാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി വളഞ്ഞ് പൊളഞ്ഞേ പോകാൻ പറ്റൂ. വഴയിലെ നിന്ന് നെടുമങ്ങാട് ആ സൈഡിൽ ഒരു റോഡ് വൈഡനിങ്, അതിൻ്റെ പണികൾ, ഫ്ലൈ ഓവറിൻ്റെ പണി, അപ്പോൾ അതെല്ലാം നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വാളിക്കോട് ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുത്ത് വേണം പോകാൻ. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ചെങ്കോട്ട റോഡാണ്. അത് തിരുവനന്തപുരത്ത് നിന്ന് ചെങ്കോട്ട, തമിഴ്നാട് കയറാൻ ഉള്ള റോഡാണ് തിരുവനന്തപുരം ചെങ്കോട്ടൈ റോഡ്. മഴ അല്പം ഒന്ന് കുറഞ്ഞ് നിന്നു, പക്ഷേ ഇതാ പിന്നെയും ശക്തമായി പെയ്യുന്നു. ഒരു രക്ഷയുമില്ല, അന്യായ മഴ. ഈ മഴ തിരുവനന്തപുരം വരെ എത്തും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനു മുൻപേ തീരും. ഒരു രക്ഷയുമില്ല ഫ്രണ്ട്സ്. ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ. ഇവിടെ എന്തോ റോഡ് പണിയൊക്കെ കഴിഞ്ഞ് കുറേ സിമൻറ്റ് ഒക്കെ കൊണ്ടിട്ട് ആ റോഡിൻ്റെ കുഴികളൊക്കെ തൽക്കാലം നിമർത്തി. പക്ഷേ പണ്ട് പോകുന്നതിൻ്റെ അതേ സ്പീഡിൽ തന്നെ ഇപ്പോഴും പോകണം സിമൻറ്റിൻ്റെ പുറത്തൂടെ. ഇവിടെ റോഡ് ഏതാ കുഴി ഏതാ ഒന്നും അറിയത്തില്ല. അവസ്ഥയും പോകുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന കൊല്ലങ്കാവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അവിടുത്തെ ഒരു ടൗണിലാണ്. ഇവിടെയൊക്കെ ഭയങ്കര വെള്ളക്കെട്ടാണ്. ഭയങ്കര വെള്ളക്കെട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര വെള്ളക്കെട്ട്. തിരുവനന്തപുരം ചെങ്കോട്ട റോഡ്. മഴയും ചെറിയ രീതിയിലുള്ള കാറ്റും ഉണ്ട്. ഇങ്ങനെ മഴ ഇങ്ങനെ സ്പ്രേ പോലെ ഇങ്ങനെ അടിക്കുക. ആരോ മറ്റേ ബക്കറ്റിൽ വെള്ളം എടുത്ത് ഒഴിക്കും പോലെ. ഇപ്പോൾ നമ്മൾ പഴകുറ്റി എത്തി. പഴകുറ്റി ഒരു വലിയ ടൗണാണ്. അത്യാവശ്യം കടകളൊക്കെ ഉണ്ട്. തിരുവനന്തപുരം നേരെ നെടുമങ്ങാട് ഇടത്തോട്ട്. നമുക്ക് നേരെയാണ് പോവേണ്ടത്. നമുക്കിനിയും ഒരു 1-1.5-2 കിലോമീറ്റർ പോകണം. ഈ റൈറ്റ് സൈഡ് കാണുന്ന ബ്രൗൺ ബിൽഡിംഗ് ദിയാസ് കിച്ചണാണ്. അത് റെസ്റ്റോറൻ്റാണ്, ദിയാസ് കിച്ചൺ. അത്യാവശ്യം നല്ല വലിയ കടയാണ്. നമുക്ക് ഇവിടെ നിന്ന് നേരെ പോകണം. നെടുമങ്ങാട് ഇടത്തോട്ടാണ്.
പഴകുറ്റി പമ്പ് ജംഗ്ഷൻ എത്തും. പഴകുറ്റി പമ്പ് ജംഗ്ഷൻ. ഈ വോൾസ്വാഗൻ പോളോയിലെ കളർ ഒന്നാണ്, നല്ല കളറാണ്, നല്ല വയലറ്റ് കളർ അടിച്ച് വെച്ചിട്ടുണ്ട്. KL 35D. ഇതാണ് പഴകുറ്റി പമ്പ് ജംഗ്ഷൻ. പഴയ ജംഗ്ഷനാണ്. ഇവിടെയും വണ്ടികളൊക്കെ പതുക്കെയാണ് പോകുന്നത്. ഒരു വലിയ ലോഡുള്ള ഒരു 14 വീലുള്ള ഒരു ലോറി ഫ്രണ്ടിൽ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ പിൻപറ്റി കാറും ചെറിയ ലോറിയൊക്കെ പതുക്കെയാണ് പോകുന്നത്. റോഡിലൊക്കെ വെള്ളം ഇങ്ങനെ കുത്തി ഒലിക്കുക. മഴ കുറച്ചൊന്ന് കുറഞ്ഞു, പിന്നെയും കുറഞ്ഞു. നമ്മൾ പിന്നെ ഒരു കാട്ടിനകത്തോട്ട് കയറുകയാണ്. സൈഡ് മാത്രമേ ഉള്ളൂ കേട്ടോ കാട്. മല സൈഡ് ഒരു ചെറിയ കുരിശടി നിൽപ്പുണ്ട്. നമ്മള് നെടുമങ്ങാട് എത്തി. അത്യാവശ്യം വലിയ ടൗണാണ്. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് കയറി പോകണം നെടുമങ്ങാട് സിറ്റിക്കകത്ത്. നമ്മളിപ്പോൾ സിറ്റിയിലോട്ട് കയറുന്നില്ല. അതാ ഒരു മിന്നി ഒരു ചെറിയൊരു ഇടിമുഴക്കവും കേട്ടിട്ടുണ്ട്. അപ്പോൾ മഴ ഇനിയും പെയ്യും എന്നതിൻ്റെ സൂചനയായിരിക്കണം. നമ്മൾ നെടുമങ്ങാട് സിറ്റി കയറിയില്ല, അതിൻ്റെ ഔട്ടറിൽ കൂടെ ഇഞ്ഞ് പോകുന്നു. ഇവിടെയും വലത് സൈഡ് വഴിയോര കച്ചവടവും ചെറിയ ചെറിയ കടകളും എല്ലാം ഉണ്ട്. തിരുവനന്തപുരം നേരെ, പേരൂർക്കട നേരെ, വട്ടപ്പാറ വലത്തോട്ട്. അപ്പോൾ There's a flooded road reported ahead. There is a flooded road reported ahead. വെള്ളപ്പൊക്കമുള്ള റോഡുണ്ടെന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നെടുമങ്ങാട് പാലോടുന്ന് ട്രിവാൻഡ്രത്തോട്ടുള്ള കാഴ്ചകൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ ബൈ.